നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കാട്ടുതുളസിയെക്കുറിച്ചാണ്. ഇന്ത്യയിൽ സമതലങ്ങളിലും താഴ്ന്ന കുന്നിൻ പ്രദേശങ്ങളിലും ധാരാളമായി വളരുന്ന ഒരു ചെറു കുറ്റിച്ചെടിയാണ് കാട്ടുതുളസി. കാട്ടുരാമതുളസി, കാട്ടുതുത്തുവ, കാട്ടുതുളവ എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. ലാമിനേസിയ ഫാമിലിയിൽപ്പെട്ട ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഒസിമം കാനം എന്നാകുന്നു. ഈ ചെടി രണ്ട് തരത്തിലായി കാണപ്പെടുന്നു. ഒസിമം ആൽബം, ഒസിമം അമേരിക്കാനം എന്നിവയാണത്. ഇതിൽ ഒസിമം ആൽബം ദക്ഷിണേന്ത്യയിൽ കാണപ്പെടുന്ന സ്വദേശിയാണ്. ഒസിമം അമേരിക്കാനം അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നതായി കരുതപ്പെടുന്നു. കുത്തനെ വളരുന്ന ഈ ചെടിയുടെ ഇലകളും തണ്ടും രോമാവിലമാണ്. ദീർഘവൃത്താകൃതിയിൽ കാണപ്പെടുന്ന ഇതിൻ്റെ ഇലകൾ സമാന്തരമായി വിന്യസിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഇലകൾക്ക് കഠിന സുഗന്ധമുണ്ടാകും. ഇളം പച്ചനിറത്തിൽ കാണപ്പെടുന്ന ഇതിൻ്റെ പൂങ്കുലകൾ ശാഖാഗ്രങ്ങളിൽ ആണ് കാണപ്പെടുന്നത്. ഇത് രാമതുളസി, കൃഷ്ണതുളസി എന്നിവയുടെ കതിരിനോട് സാമ്യമുള്ളവയുമാണ്. ഇതിൻ്റെ വേര്, ഇല, കതിർ എന്നിവയെല്ലാം ഔഷധയോഗ്യമായ ഭാഗങ്ങളാണ്. ഇത് വായുസംബന്ധമായ അസുഖങ്ങൾക്കും കഫസംബന്ധമായ അസുഖങ്ങൾക്കും ഗ്രഹണി, അർഷസ് എന്നിവയ്ക്കും വളരെയധികം ഉത്തമമായ ഒരു ഔഷധമാണിത്. ഇതിൻ്റെ കൂടുതൽ ഔഷധമൂല്യങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. ഈ കാട്ടുതുളസിക്ക് മറ്റുള്ള തുളസിയുടെ അടക്കം ഗുണമുണ്ട്. പക്ഷേ അത്ര തന്നെ അതിൻ്റെ ഈ ഉപയോഗം വേറെ. അതായത് മറ്റേ ഈ കൃഷ്ണതുളസി നോക്കുമ്പോൾ അത് കുറച്ചും കൂടി സാത്വികം, കുറച്ചും കൂടി ഒരു ഡിവൈൻ ക്വാളിറ്റി, അതിൻ്റെ എനർജി കുറച്ച് കൂടുതലുണ്ട്. ഇതിലങ്ങനെയില്ല, ഇതിലൊരു ഫിസിക്കൽ യൂസാണ് കൂടുതൽ. അതായത് ഇത് ഈ വേദനയുള്ള ഈ മുട്ടിലോ കാലിലോ ഒറ്റ എവിടെ വേദന ഉണ്ടെങ്കിൽ കാട്ടുതുളസി അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് പരട്ടിക്കഴിഞ്ഞാൽ വേദന കുറയും. അതുപോലെ തന്നെ ഇത് ഈ തലയിൽ പേനും താരനും ഉള്ള ആൾക്കാർക്ക് ഈ കാട്ടുതുളസി ഇടിച്ച് കഴിഞ്ഞ് നീരെടുക്കുക, എന്നിട്ട് അത് താളി പോലെ തലയ്ക്ക് തേച്ച് 10 മിനിറ്റ് ഇങ്ങനെ വെച്ച് കുളിച്ച് കഴിഞ്ഞാൽ പേനും പോവും, താരനും പോവും. പിന്നെ ഈ വായപ്പുണ്ണുള്ള ആൾക്കാർക്ക് ഈ കാട്ടുതുളസിയുടെ കഷായം വെച്ച് ഇങ്ങനെ കുലുക്കുഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വായപ്പുണ്ണ് പെട്ടെന്ന് മാറും.